എന്ന കുടുംബത്തിലെ എല്ലാ ദിവ്യ ചൈതന്യങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഇന്ന് എനിക്കുണ്ടായ അനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ സുനിൽ സാർ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇന്ന് ശിവസ്വരൂപ യോഗിയുടെ സമാധിയിൽ പോകുന്നതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ സാറിന് മെസ്സേജ് അയക്കുകയും 10:30 തന്നെ എത്തുവാൻ അദ്ദേഹം നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം എന്നെ ഫോൺ വിളിക്കുകയും സമയം മാറ്റി 7 മണിയാക്കുകയും ചെയ്തു. ഞാൻ ഇന്ന് രാവിലെ 7 മണിക്ക് തന്നെ അവിടെ എത്തി. എന്നാൽ അവിടെ എനിക്ക് അനുഭവപ്പെട്ടത് ഒരു പ്രത്യേകതരം ശാന്തതയാണ്. ഞാൻ അവിടെ എത്തി. അവിടെ പക്ഷേ സുനിൽ സാർ ആ സമയത്ത് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ സാറ് നിർദ്ദേശിച്ച ചില മെഡിറ്റേഷൻ ക്രിയകൾ ഇല്ലെങ്കിൽ ചക്ര ആക്ടിവേഷൻ ടെക്നിക്കുകൾ എനിക്ക് അവിടെ ഇരുന്ന് പരിശീലിക്കാൻ സാധിച്ചു. ആ സമയത്ത് തന്നെ എൻ്റെ ഏത് ചക്രയിലാണോ ഞാൻ എൻ്റെ ഫോക്കസ് കൊടുക്കുന്നത്, ആ ചക്രയുടെ വൈബ്രേഷൻ എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചു. അത് എൻ്റെ മഹത്വം ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, പകരം ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ മഹത്വമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ ശിവസ്വരൂപ യോഗി അവിടെ ഒരു മെഡിറ്റേഷൻ ഹോള് നിർമ്മിക്കാനുള്ള തീരുമാനവും സുനിൽ സാറിലൂടെ പങ്കുവെക്കുകയും ചെയ്തത്. അങ്ങനെ ഞാൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മുമ്പിലൂടെ ആരോ നടന്നു പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ കരുതി സുനിൽ സാർ എത്തിച്ചേർന്നിട്ടുണ്ടാവുമെന്ന്. ഞാൻ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ മെഡിറ്റേഷനിൽ പുനരാരംഭിച്ചു. കുറച്ച് സമയത്തിന് ശേഷം എൻ്റെ പുറകിൽ ആരോ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതായത് നമ്മൾ കണ്ണ് അടച്ച് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് ആരെങ്കിലും വരുമ്പോൾ നമുക്ക് ആ ഒരു ഓറയിലൊരു പ്രസൻസ് ഫീൽ ചെയ്യുമല്ലോ, അതേപോലെയാണ് എനിക്കും ആ നേരം ഫീൽ ചെയ്തത്. എന്നാൽ ഈ സമയം എന്തോ എനിക്ക് കണ്ണ് തുറക്കാൻ തോന്നിയില്ല. ഞാൻ മെഡിറ്റേഷനിൽ തന്നെ ഏർപ്പെടുകയും കുറച്ച് സമയത്തിന് ശേഷം സുനിൽ സാറും സാബു സാറിൻ്റെ വൈഫും കൂടെ അവിടെ എത്തിച്ചേർന്നു. പിന്നെ അവിടെ നടന്നത് സാബു സാറിൻ്റെ വക ജ്ഞാന അഭിഷേകം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതുവരെ മനസ്സിലാക്കാത്തതോ ഇല്ലെങ്കിൽ കണ്ടിട്ടും കാണാതെ പോയ കുറേ ജ്ഞാനങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് ഇന്ന് എനിക്ക് ലഭിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വക ഒരു ഗുരുസ്തോത്രവും അവിടെ ഇരുന്ന് ചൊല്ലി. ആ സമയത്ത് ഞാൻ ധ്യാനത്തിലേർപ്പെടുകയും ആ സമയത്തും എനിക്ക് ഭയങ്കരമായ ഫുൾ ബോഡി വൈബ്രേഷൻ ഫീൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെ 1/4 മണിക്കൂർ സംസാരിച്ചതിന് ശേഷം സാബു സാർ ടേപ്പ് എടുക്കാൻ കാറിൽ ചെല്ലുകയും അപ്പോൾ സുനിൽ സാർ എന്നോട് ചോദിച്ചു, ഇന്ന് വരാൻ കാരണം എന്താണ് എന്ന്. അപ്പോൾ എൻ്റെ മറുപടി ഇതായിരുന്നു, എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത് ഈ ആഴ്ചയല്ല, 2 ആഴ്ച മുന്നേ ആയിരുന്നു ആഗ്രഹം. പക്ഷേ അന്നെന്തോ സാറിനോട് പറയാൻ തോന്നിയില്ല. പക്ഷേ ഇന്നലെയാണ് ആ ഒരു തോന്നലുണ്ടായത് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ തോന്നിക്കുന്നത് ആരാണെന്ന് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം. അതിനുള്ള സാഹചര്യവും ഒരുക്കി തരുന്നത് അദ്ദേഹവും തന്നെയാണ്. ഞാൻ എൻ്റെ തീരുമാനങ്ങളായിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല. എല്ലാം ശിവസ്വരൂപ യോഗി തീരുമാനിക്കും, എൻ്റെ മാമൻ നിർദ്ദേശിക്കും, ഞാനത് ഫോളോ ചെയ്യും. പലപ്പോഴും എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഹൗ ഇല്ലെങ്കിൽ എങ്ങനെ എന്നുള്ളത്. അതൊരു പക്ഷേ ഞാൻ കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ അതിനുള്ള മറുപടിയായിട്ട് എല്ലാ കാര്യങ്ങളും ഇല്ലെങ്കിൽ എല്ലാ സാഹചര്യവും എന്നിലേക്ക് വന്നു ചേരുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇത് എൻ്റെ മാത്രം അനുഭവമല്ല, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സാബു സാർ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴും സുനിൽ സാർ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഞാൻ നിരസിക്കാതെ അവരോടൊപ്പം തന്നെ സമ്മതം മൂളി നിന്നത്. കാരണം ഇതെല്ലാം സർവേശ്വരനായ യോഗീശ്വരൻ്റെ തീരുമാനങ്ങളാണ്. ഇതെല്ലാം ഒരു ട്രെയിലർ രൂപേണയാണ് ഞാൻ പറയുന്നത്. സോ വളരെ വളരെ പറ്റാവുന്ന അത്രയും ചുരുക്കി ആണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഒരു അനുഭവം കൂടെ ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാം. ഇന്ന് അവിടെ നിന്ന് തിരിച്ച് റൂമിലേക്ക് വരുന്ന നേരം ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഒരു റൈറ്റിലേക്കുള്ളൊരു വളവിൽ
എത്തിയപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഒരു കാർ വരികയും എന്നാൽ അതിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന വേറൊരു കാർ എൻ്റെ കാറിന് നേരെ വരികയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡ്രൈവർക്ക് ആദ്യം തോന്നുന്നത് ഒരു എമർജൻസി റഷും അതനുസരിച്ചുള്ള ആ ഇമോഷണൽ ചേഞ്ചുമാണ്. എന്നാൽ എനിക്കനുഭവപ്പെട്ടതോ ഒന്നുമില്ല. ഞാൻ പതിയെ വണ്ടി റോഡിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയും ഞാൻ മാക്സിമം വണ്ടി സ്ലോ ചെയ്തു റോഡിൽ നിന്ന് താഴെ ഇറക്കി പിന്നെ വീണ്ടും റോഡിലേക്ക് കയറ്റുകയും ചെയ്തു. തിരിച്ച് ഞാൻ റോഡിലേക്ക് വണ്ടി കയറ്റിയതിന് ശേഷമാണ് എൻ്റെ മനസ്സിൽ മറ്റേ ക്രോണിക് പേച്ചറിൽ സിനിമയിൽ ഇന്നസെൻ്റ് പറയില്ലേ, എന്താ ഇപ്പം ഉണ്ടായേ, ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യിച്ചു എന്ന് പറയുന്നതിനേക്കാളും ഉത്തമം അദ്ദേഹം തന്നെ വന്ന് ചെയ്തു എന്ന് പറയുന്നതായിരിക്കും ശരി. ഇത് ആരായിരിക്കുമെന്ന ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവം ഞാൻ മാക്സിമം ചുരുക്കിയിട്ടുണ്ട്. ഈ കുടുംബത്തിലെ എല്ലാവർക്കും മഹായോഗീശ്വരൻ്റെ അനുഗ്രഹവും. ശരിക്കും പറഞ്ഞ ഒരു സന്തോഷമുള്ള ദിവസമാണോ ചോദിച്ചാൽ അതേന്ന് പറയും ഞാൻ രാത്രിക്ക്. ഇനി സങ്കടമാണെന്നോ ചോദിച്ചാൽ അങ്ങനെയും പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ കുട്ടുവിൻ്റെ വീഡിയോ രാത്രി വരെയും ഇങ്ങനെ കണ്ടുകൊണ്ട് കിടന്നു. രാത്രി ഒരു 10 മണി ആകും വരെയും കുട്ടുവിൻ്റെ വീഡിയോ തന്നെ കണ്ടു. വീഡിയോ കാണുമ്പം അച്ഛനും അമ്മയും പിന്നെ ഇവരൊക്കെ ഇരിക്കുന്ന ആ കല്ലറയിൽ വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നതും അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുമായിരുന്നു. അതൊക്കെ കാണുമ്പം തന്നെ എനിക്ക് ഒരു പ്രത്യേകതയുള്ളൊരു ചക്ര കൂടിയുണ്ട്. ആ ചക്രയിൽ ആ ആത്മാവിൻ്റെ ഒരു ഇതെനിക്ക് മനസ്സിലാവും. കാരണം എത്രത്തോളം പിന്നെ എൻ്റെ അടുക്ക് ആ സാന്നിധ്യം എനിക്ക് മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ്. ഇതിപ്പം പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാവിലെ എല്ലാം എൻ്റെ കാലിൻ്റെ പാദത്തിൽ ഭയങ്കര വേദനയായിരുന്നു. അപ്പം ഞാൻ സന്ധ്യക്ക് വിളക്ക് കത്തിച്ചപ്പോൾ ഞാൻ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥനയിൽ എൻ്റെ കാലിൻ്റെ വേദന രാവിലെ ആകുമ്പോഴൊക്കെ ഒന്ന് മാറ്റി തരണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞ് കിടന്നു. ഞാൻ ആരെയും പരീക്ഷിക്കുന്നതല്ല, പരീക്ഷിക്കാനൊന്നും ഞാൻ ആളല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കിടന്നു. പക്ഷെ ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണ് അടക്കാൻ പറ്റിയില്ല എന്നുള്ളത് വേറൊരു കാര്യം. അതായത് രാത്രിക്കൊരു 10 മണിക്ക് കിടന്നെങ്കിലും 11 മണി 11:30 ആകുമ്പോഴേക്കും എൻ്റെ ഉറക്കം ഞെട്ടി എഴുന്നേറ്റു. പിന്നെ കുറേ സമയം ഇരുന്നു. ആ സമയത്തും കുട്ടുവായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവന്. അതെന്തുകൊണ്ടാണെന്നറിയില്ല. എനിക്ക് ഇന്നലെ കുട്ടുവിനെ എന്തോ മറക്കാതെ എൻ്റെ കൂടെ തന്നെ എന്തോ ഒരു സാന്നിധ്യം പോലെയായിരുന്നു. പക്ഷെ ഞാനത് കഴിഞ്ഞ് 11:30 കഴിഞ്ഞപ്പോൾ ഒന്ന് കിടന്ന് കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ട്. പക്ഷെ ഞാൻ സാധാരണഗതിയിൽ ഞാൻ ഒരു സൗണ്ട് കേട്ടാലും എണീക്കാത്ത ഞാൻ എഴുന്നേറ്റ് പോയപ്പോൾ ഒരു പിന്നെ രാവിലെ പാല് കൊണ്ടുപോകുന്ന ഒരു പാത്രത്തിൻ്റെ അടപ്പ് താഴെ വീണ് കിടക്കുന്നു. അപ്പം ഞാൻ അവിടെയൊക്കെ തിരഞ്ഞു നോക്കുമ്പോൾ അവിടുന്ന് ഒരു പല്ലീനെ കണ്ടു. സാധാരണ ഒരു പല്ലിയൊന്നും വന്ന് തട്ടിയിടാൻ താഴെയുള്ള ഒരു അടപ്പൊന്നും അല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു ഒരു മയക്കത്തിലേക്ക് അങ്ങ് പോയി. 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ മുറ്റം വഴിയോ വീടിൻ്റെ പിറകുവശത്താ എങ്ങോട്ടോ ഒരാൾ നടക്കുന്ന ഒരു സൗണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ചാടി എണീറ്റ് ഇരുന്നു കട്ടില്. പക്ഷേങ്കിൽ എവിടുന്നാ സൗണ്ട് എങ്ങോട്ടാ പോയെന്ന് എനിക്കൊരു പിടിയുമില്ല. നല്ല സ്പീഡിൽ പോകുന്നൊരു സൗണ്ട്. എന്നാ സംഭവം എനിക്ക് ഒന്നും ഒരു പിടിയുമില്ല. പക്ഷെ ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായും മാറി. രാത്രി മുഴുവൻ ഞാൻ വേദന കൊണ്ട് സഹിക്കലായിരുന്നു. ആ 12 മണി വരെയും എനിക്ക് കാലിൽ നല്ല വേദനയായിരുന്നു. നല്ല വേദന എന്ന് വെച്ചാൽ ചെറിയ നീരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നീരൊക്കെ കുറഞ്ഞു. നല്ല ആ ഒരു എന്താ പറയണ്ടത്, ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും ആഗ്രഹിക്കാതെ ഞാൻ ഇന്നലെ ആ വിളക്ക് കത്തിച്ചിട്ട് പറയുമ്പോഴും ഞാൻ മനസ്സിൽ കണ്ടിട്ട് തന്നെ പറയുന്നതായിരുന്നു എൻ്റെ കാലിൻ്റെ വേദന ഒന്ന് കുറച്ച് തരണേന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തോ അറിയില്ല, എനിക്ക് ഇന്ന് രാവിലെ ആകുമ്പോഴേക്ക് വേദനയൊക്കെ പോയി. ഇന്നലെ എന്താ സംഭവിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. വീടിന് ചുറ്റിലും ആരോ നടക്കും പോലെ തോന്നുന്നു. പിന്നെ ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞ് പ്രേമേട്ടനെ ഞാൻ വേറൊരു റൂമിലും പ്രേമേട്ടൻ വേറൊരു റൂമിലായിരുന്നു കിടന്നത്. അപ്പം ഞാൻ എഴുന്നേറ്റ് ഇരിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ പ്രേമേട്ടൻ എഴുന്നേറ്റ് വന്നു. എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എഴുന്നേറ്റ് പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങിയോ, മുറ്റം വഴി എങ്ങോട്ടെങ്കിലും പോയോ എന്ന് ചോദിച്ചു.
ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആരോ നടക്കുന്നുണ്ടായിരുന്നു വീടിന് ചുറ്റിലും എന്ന് പറഞ്ഞു. നല്ല സ്പീഡിൽ നടന്നു പോകുന്നതിന്റെ ഒരു സൗണ്ടായിരുന്നു. അതെങ്ങനെ എന്താ സംഭവിക്കുന്നതെന്നൊന്നും എനിക്കൊരു പിടിയുമില്ല. പക്ഷെ ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും എൻ്റെ കാലിന്റെ വേദന കുറഞ്ഞു. ഇന്നലെ രാവിലെ രാത്രിക്ക് കാൽപാദം നിലത്ത് തട്ടയാൻ പറ്റാത്ത ഒരവസ്ഥ. ചെരുപ്പ് വരെ ഇട്ടിട്ട് നടക്കുമ്പോൾ കാലിന് ഭയങ്കര വേദനയായിരുന്നു. ഒരു ദോശ പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ നിന്നിട്ട്. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ എല്ലാ പണിയും എടുത്തു എഴുന്നേറ്റ് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എന്തോ അറിയില്ല, എന്തെല്ലാം സംഭവിക്കുന്നതെന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ് ഇന്നലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പദങ്ങളും ചടുലതാളമോടു തിരുനടനവും ഭസ്മഭൂഷിതമുരസ്തരം പരിണചർമ്മവും മണിഗണങ്ങളും വാസുകി പരിവിശോഭിതം വിമലവക്ഷസുംഭവഭയാവനം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ ഓം മഹാശിവയോഗീശ്വരായ നമഃ. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കാം, എന്തിനാണ് ഈ ഭജന ഇതിനിടയ്ക്ക് വന്നത്? അതിനുമുണ്ട് ഇദ്ദേഹത്തിന് പറയാനൊരു കാര്യം. അതായത് യാദൃച്ഛികമായ ഒരു പ്രാവശ്യം യൂട്യൂബിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഭജന അതിൽ വരികയുണ്ടായി, തികച്ചും യാദൃച്ഛികമായി. അപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹമാണ് പറഞ്ഞത്, നാളെ ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സമാധിയുടെ തൊട്ടടുത്തായി ഒരു ശംബാല എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രം തുടങ്ങുകയാണ്, അതിൻ്റെ വർക്ക് തുടങ്ങുകയാണ്. അവിടെ സ്ഥിരമായി ഭജന പാടാൻ വരേണ്ട ഒരു ട്രൂപ്പാണ് ഇതെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ആ ഭജന ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തിയത്. മാത്രമല്ല ഇനിയും ഒരുപാട് കഥകൾ ഇദ്ദേഹത്തിനെ പറ്റി, കഥകളല്ല, നടന്ന സത്യങ്ങൾ ഓരോരുത്തരും പങ്കുവെക്കുന്ന കാര്യങ്ങൾ വരും കാലങ്ങളിൽ ഓരോ എപ്പിസോഡായി ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്കെല്ലാം കേൾക്കാൻ കഴിയും. അതിനായി എല്ലാവരും കാത്തിരിക്കുക. ഓം മഹാശിവയോഗീശ്വരായ നമഃ.